ഇനി കല്യാണത്തിന്റെ പേരിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് അത് വലീമത്ത് സദ്യ കൊടുക്കലാണ്. വലീമത്ത് സദ്യ സുന്നത്തുള്ളത് അവർക്ക് സദ്യ ഒരുക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ഭർത്താവിനാണ്. ആ ശേഷി ഇല്ലാത്ത ഒരാള് കടം വാങ്ങിയോ അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെച്ചോന്നും ഇതിന് മുതിരേണ്ട ആവശ്യമല്ല. ശേഷി ഉണ്ടെങ്കിൽ ഓന് കൊടുക്കാം. ഉള്ളവന് മാന്യമായി ഭക്ഷണം കൊടുക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹിതനായി വന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അതെന്താ വസ്ത്രത്തിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറ് കണ്ടതാ, അതായത് അത്തർ പൂശിയ കളറ്. അത് കണ്ടപ്പോ ചോദിച്ചു, എന്താപ്പത് വല്ലാത്ത അത്തറൊക്കെ പൂശിയാണ്? അപ്പോഴാ പറഞ്ഞു, നബി ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ കല്യാണം എത്ര ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പങ്കെടുത്തില്ല എന്നല്ലേ അപ്പൊ അതിന്റെ അർത്ഥം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ് നബിയായിട്ട് നല്ല ബന്ധമുള്ള ആളാ. അത്ര ലളിതമായിട്ട് അവർ നടത്തുന്ന ചടങ്ങാണത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഔലിം വലൗ ബിശാ, ഒരാടിനെ അറുത്തെങ്കിലും നിങ്ങൾ വലീമത്ത് സദ്യ കൊടുക്കണേ. അപ്പൊ ശേഷിയുള്ള ആളുകൾ ആടിനെ അറുത്ത് വലീമത്ത് സദ്യ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഈ ചീഞ്ഞ കോയിനേക്കാൾ ആടിനെ വാങ്ങി അറുത്ത് വലീമത്ത് സദ്യ കൊടുക്കുക. ആ സദ്യ രാത്രിയിലാകൽ പ്രത്യേകം സുന്നത്താണ്. അതേപോലെ തന്നെ ഇതിന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള സുന്നത്ത് എപ്പോഴാണ്? വിവാഹം എന്ന നിക്കാഹ് എന്ന അഖദ് കഴിഞ്ഞ് ഇവരുടെ ശാരീരിക ബന്ധവും നടന്നതിന് ശേഷം നൽകുന്ന സദ്യയാണ് പൂർണ്ണ അർത്ഥത്തിലുള്ള വലീമത്ത്. ഇനി അടിസ്ഥാനപരമായ സുന്നത്ത് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് നിക്കാഹ് ആദ്യം നടക്കണം, എന്നിട്ട് ഭക്ഷണം കൊടുക്കണം. നമ്മളെ നാട്ടിലത് അങ്ങനെ ശ്രദ്ധിക്കലില്ല. പലരും രണ്ടും ഒരു ദിവസമാക്കല, ചെലവ് കുറക്കാന്ന് നമ്മളതിന് പറയാ. എന്നിട്ട് പള്ളർച്ചും തിന്ന് പള്ളൊക്കെ പഴയ വള്ളിന്റെ മീറാ പോലെ നടക്ക് പള്ളയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക പുതിയാപ്പളിന്റെ ഒപ്പം. എന്നിട്ട് പോയിട്ട് നിക്കാഹ് ചെയ്താൽ അതിനൊരു സ്വതക്കന്റെ കൂലി കിട്ടുവയ്ക്കോ? എന്ത് കിട്ടൂല? വലീമത്തിന്റെ കൂലി കിട്ടൂല. അപ്പം നിശ്ചയിക്കാൻ പോകുന്നവരെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. വലീമത്തിന്റെ കൂലി കിട്ടാൻ നിക്കാഹ് നമ്മൾ ആദ്യം നടത്തുക, ഇതാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അങ്ങനെ ചുരുങ്ങിയത് നിക്കാഹെങ്കിലും നേരത്തെയാക്കി ഒരു സദ്യ കൊടുക്കുക. ഈ സദ്യ അവനവന്റെ ശേഷിക്കനുസരിച്ച് ആവാം. സദ്യ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരമാവധി പാവപ്പെട്ട ആളുകളെ ആ സദ്യയിലേക്ക് നമ്മൾ ക്ഷണിക്കണം. സദ്യയുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് നാട്ടുകാരെ ഇങ്ങനെ ഒരു ഇണയും തുണയും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന വിവരം അറിയിക്കുക എന്നതാണ്. കാരണം പിറ്റേന്ന് ഇങ്ങനെ സ്കൂട്ടറിന്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ഇത് തട്ടി കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട, നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ, അതിനാണ് ഒരു സദ്യ. രണ്ടാമത്തെ ഉദ്ദേശം പാവപ്പെട്ട കുറെ ആളുകൾക്ക് ആഹാരം കൊടുത്തതിന്റെ പേരിൽ ഇവരെ കുടുംബജീവിതം സംതൃപ്തമാകണം എന്നതാണ്. അതുകൊണ്ട് പരമാവധി പാവങ്ങളെ ക്ഷണിക്കുക. ഒരു കല്യാണം നടക്കുമ്പം സ്വാലിഹീങ്ങളായ കുറെ ആളുകളെ വിളിക്കുക. മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തഅകുൽ ഇല്ലാ തആമ തഖിയ്യിൻ വലാ യഅകുലു തആമക ഇല്ലാ തഖിയ്യ്. നല്ല സൂക്ഷ്മതയുള്ള ആളുകളുടെ ഭക്ഷണമല്ലാതെ നീ പോയി കഴിക്കരുത്, നല്ലവർക്കല്ലാതെ നിന്റെ ഭക്ഷണം നീ കൊടുക്കരുത്. തോന്നിവാസം ചെയ്യുന്ന ഒരാൾക്ക് നീ ഒരു ബിരിയാണി കൊടുത്താൽ അതിന്റെ ഊർജവും കൂടി തോന്നിവാസത്തിന് വേണ്ടി അവൻ ദുരുപയോഗം ചെയ്യല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ആളുകൾക്കാവണം ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ കുറെ സ്വാലിഹീങ്ങളൊക്കെ വിളിച്ച് നല്ല പാവപ്പെട്ടവരെ ക്ഷണിച്ച് കല്യാണ സദ്യ കൊടുക്കണം. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അതേ സമയത്ത് അഹങ്കാരത്തിന്റെയും ആഡംബരത്തിന്റെയും ലോകമാന്യതയുടെയും ഭാഗമായി പലരും കല്യാണം കഴിക്കാറുണ്ട്. അത്തരം കല്യാണപ്പുരയിലെ ഭക്ഷണത്തെപ്പറ്റി മുത്തുനബി പറയുന്നത് ശർറുത്വാമി ത്വാമുൽ വലീമ, ഏറ്റവും നാറിയ ആഹാരം ഒരു കല്യാണത്തിന്റെ ചോറാണ്, ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണം? യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ, ആ കല്യാണത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് സമ്പന്നരെയാണ്, പാവങ്ങളെ അവഗണിക്കുകയാണ്. പാവപ്പെട്ടവനെ അവഗണിച്ച് പണക്കാരനെ വിളിക്കും. നല്ല കാറും ലോറിയൊക്കെ ഉള്ളവരെ ക്ഷണിക്കും. വിളിക്കുമ്പോൾ പറയും പിന്നെ വണ്ടിയായിട്ട് വന്നോണ്ടിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിനവിടെ വിശാലമായ സൗകര്യമുണ്ട് എന്ന് പറയും. അങ്ങനെ കല്യാണത്തിന്റെ അന്ന് ആ ഗ്രാമം ശ്വാസം മുട്ടുകയാണ്, ഒക്കെ ബ്ലോക്കായി.
പിറ്റേന്ന് അങ്ങാടിയിൽ ഇറങ്ങി അങ്ങനെ കോളർ പൊക്കിയിട്ട് കണ്ടില്ലപ്പോ ഞമ്മളെ വില മോളെ കല്യാണം കഴിഞ്ഞപ്പോ നാട്ടുകാർക്ക് മനസ്സിലായത്. നമ്മൾ ആഗോളതലത്തിലുള്ള ബന്ധം കണ്ടോ, ആരൊക്കെ എന്നല്ല ഇവിടെ വന്നത്. ഇങ്ങനെ അഹങ്കരിക്കാൻ വേണ്ടി ചോറ് വച്ചാൽ അതാണ് ആ നാട് കണ്ട നാറിയ ആഹാരം എന്നാണ് മുത്തുനബി പറയുന്നത്. അപ്പൊ നല്ല ഉദ്ദേശത്തോടുകൂടി പാവങ്ങളെ ക്ഷണിച്ചുകൊണ്ട് കല്യാണ സദ്യ നടത്തുക, അന്ന് ദഫ് മുട്ടുക, ഇതൊക്കെ അതിൽ സുന്നത്താ. ഇനി അനാവശ്യമായ ഒന്നും ഈ ചടങ്ങിൽ നമ്മൾ ഉണ്ടാക്കരുത്. ഇത് ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. ഈ സമയത്തെ അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന വിധത്തിലല്ലാതെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ധൂർത്തും കൊണ്ട് നമ്മൾ നിറച്ചാൽ പിന്നീട് അതിൻ്റെതായ തിക്തഫലം കുടുംബത്തിലൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സമാധാനം മാത്രം നമ്മളെ കുടുംബത്തിൽ നിന്ന് കിട്ടൂല. നമ്മൾ വിചാരിക്കുക അത് ഒരിക്കലല്ലേ കല്യാണം ഉണ്ടാവുള്ളൂ, അതാട്ട് അടിച്ചു പൊളിച്ചാള എന്ന് കരുതിയാൽ അതിന് അതിൻ്റെതായ ദുരന്തം നമ്മളെ വിട്ടൊഴിയാതെ നമ്മളെ പരമ്പരകളിലൂടെ തന്നെ അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. നന്നായി സൂക്ഷിക്കണം. ആരും എടുത്തു ചാടരുത്. തന്റെ കല്യാണം അത് സംശുദ്ധമായിരിക്കണം, ഒരു അനാചാരവുമില്ലാത്തതായിരിക്കണം, പരമാവധി സുന്നത്ത് നിറഞ്ഞതായിരിക്കണം എന്ന ബോധം ആണിനും പെണ്ണിനും ഉണ്ടാകണം. അതിനേക്കാളേറെ രക്ഷിതാക്കൾ